കേരളത്തെ ഇന്നലെ വല്ലാതെ നോവിച്ചത് ഒരു രോഗിയുടെ മരണമൊഴിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സ വൈകി മരിച്ച കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ അന്ത്യസന്ദേശം. താൻ മരിച്ചാൽ കാരണം മനുഷ്യന് ജീവൻ വില കൽപ്പിക്കാത്ത മെഡിക്കൽ കോളേജ് ആശുപത്രിയാണെന്ന് സുഹൃത്തിന് വേണു സന്ദേശമയച്ചു. താൻ മരിച്ചാൽ ഈ വാക്കുകൾ പുറം ലോകത്തെ അറിയിക്കണമെന്നും പറഞ്ഞേൽപ്പിച്ചു. സന്ദേശമയച്ച് പിന്നീട് അധികം മണിക്കൂറുകൾ വേണു ജീവനോടെ ഉണ്ടായില്ല. ആരെയും നടുക്കുന്ന ആ മരണമൊഴി ഒരിക്കൽ കൂടി. അൻവർ ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില്. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല, ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്ത. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ നടക്കും എന്നുള്ളത്. അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയ ഇല്ല. ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു, എന്റെ പേര് ഞാൻ പറഞ്ഞു, അതിനെടുക്കുന്നതിനൂടെ 5 ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിട്ടിരിക്കുക. ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി, എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാത്തെ ആ വോയിസ്, എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. ആരോഗ്യ കേരളത്തിലെ 1-ാം നമ്പർ ആശുപത്രിയിൽ ജീവന് വേണ്ടി കേഴുന്ന വേണുവിന്റെ ആ ശബ്ദ സന്ദേശം അക്ഷരാർത്ഥത്തിൽ മരണമൊഴിയായി മാറുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സിന്ധു, ഒരു അസ്വസ്ഥത തോന്നി, ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചാണ് ആദ്യമായി വേണു ചികിത്സ തേടുന്നത്. അതുമുതൽ മെഡിക്കൽ കോളേജ് വരെ എത്തിയത് എങ്ങനെയാണ്, എപ്പോഴാണ്, ഒന്ന് പറയാമോ? സിന്ധുവിന് കേൾക്കാമോ എന്നെ? സിന്ധു കേൾക്കാമോ? സിന്ധുവിന് ടെലിഫോൺ ലൈനിൽ തകരാറുണ്ടെന്ന് തോന്നുന്നു. ചോദ്യങ്ങൾ കേൾക്കാൻ പറ്റുന്നോ എന്ന് സംശയമാണ്. എന്തായാലും വേണു 5 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്നു. എല്ലാ ചികിത്സയും നൽകിയെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതുകൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ അഭിപ്രായം നമ്മൾ തേടുന്നത്. സിന്ധു കേൾക്കാമോ എന്നെ? സിന്ധുവിനെ കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ സിന്ധു? എൻ്റെ ഹസ്ബൻഡിന് ഹലോ പറഞ്ഞോളൂ സിന്ധു, ഞാൻ ചോദിച്ചത് കേട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ. സിന്ധു പറയാമെന്ന് പറഞ്ഞോളൂ. പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് വെള്ളിയാഴ്ച രാത്രിയിൽ ഒരു ചെറിയൊരു നെഞ്ചുവേദന എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കുത്തൽ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ വലിയ ഇതില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിരിക്കും എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു, തൊണ്ട അടഞ്ഞിരിക്കുക.
അങ്ങനെ 1-ാം തീയതി ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ഞാൻ ഓട്ടോ ഓടാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഹോസ്പിറ്റലിൽ പോയിട്ട് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ആ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ചൂണ്ടുപലക നമുക്ക് CHCയിലാണ് പോയത്. അവിടെ ചെന്നു. ഡോക്ടർ ചെക്ക് ചെയ്തു. അങ്ങനെ തൊണ്ടയ്ക്ക് ഭയങ്കര ഇതുണ്ട്, ഒരു ശ്വാസമുട്ടലിന് മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നെഞ്ചുവേദന ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു രാത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഞ്ചുവേദന ഉണ്ട് എന്ന് പറഞ്ഞു, ചെറിയൊരു രീതിയിലുള്ള. അങ്ങനെ എക്കോ എടുക്കാൻ പറഞ്ഞു. എക്കോ എടുത്തപ്പോൾ അതിന് വേരിയേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു കാർഡിയോയെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നിട്ടുണ്ട് ട്രോപ്പ എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല, കാരണം അപ്പം തന്നെ പുള്ളിക്കാരൻ ഒരു ചെറിയൊരു സംസാരത്തിലൊരു ഇത് വന്നു, ഒരു വേരിയേഷൻ പോലെ. അതേപോലെ ചുണ്ട് ഒരുമാതിരി പെരുക്കുന്നു, കൈ പെരുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്നേരം തന്നെ എന്ത് ചെയ്തു, ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്നു. എൻ്റെ ഹസ്ബൻഡിന് ഓൾറെഡി 2019-20 സ്ട്രോക്ക് വന്നിട്ടുള്ളൂ. അന്നേരം ഞാൻ ആ കാര്യം പറഞ്ഞു അവിടെ. ആ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. CT സ്കാൻ 1.5 മണിക്കൂർ താമസമുണ്ട്. എന്നിട്ട് വന്നിട്ട് ECGയിൽ വേരിയേഷൻ ഉള്ളത് കൊണ്ട് ഈ ട്രോപ്പൈ അവിടെ ടെസ്റ്റ് ചെയ്യാൻ തന്നു. ട്രോപ്പൈ ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ട് 1 മണിക്കൂറാണ്. പക്ഷേ 1 മണിക്കൂറിന് മുമ്പേ അവിടെ ബ്ലഡ് ബാങ്കിൽ നിന്ന് വിളിച്ചു, പെട്ടെന്ന് ചെന്ന് റിസൾട്ട് വാങ്ങിക്കുക, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഓടി ചെന്ന് റിസൾട്ട് വാങ്ങിച്ചു. ആ സമയത്തിന് CT സ്കാനിൻ്റെ റിസൾട്ടും കിട്ടി. CT സ്കാനിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ട്രോപ്പൈ ചെയ്തപ്പോൾ അത് പോസിറ്റീവാണ്, അതായത് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പേഷ്യൻറ്റിനെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കാരണം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമുക്ക് എമർജൻസി ആൻജിയോഗ്രാം ഇല്ല, അത് നമുക്ക് ബുക്ക് ചെയ്തിട്ട് പിന്നീട് ഡേറ്റ് എടുത്തോളൂ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തന്ന ഒരു കാര്യം എവിടെ വേണമെന്ന് ചോദിച്ചു. വണ്ടാനമാണോ അത് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആണോ വേണം? ഞാൻ അങ്ങനെ പറഞ്ഞു മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആയിക്കോട്ടെ. എന്നിട്ട് 108 ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റും. 108 ആംബുലൻസിൽ വിളിച്ചപ്പം അടുത്തെങ്ങും അത് അവൈലബിൾ അല്ല, ദൂരെ സർവീസ് പോയിരിക്കുക. അങ്ങനെ ഞങ്ങൾ ചവറയിൽ നിന്ന് ക്യാഷ് അത്യാവശ്യമാണ്, കുറച്ച് നേരം പോലും വെയിറ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് ക്യാഷ് കൊടുത്ത് ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ട്രിവാൻഡ്രത്ത് പോയി. 8:30 ആയപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് അവിടുത്തെ കാഷ്വാലിറ്റി ചെന്ന് എല്ലാം കാണിച്ചു. ഡോക്ടർ വന്ന് നോക്കി, ഒരു കാർഡിയോ കൂടെ വന്ന് നോക്കി, എല്ലാം എഴുതി. ആ CT സ്കാനും പുള്ളിക്കാരനോടെല്ലാം ചോദിച്ച അസുഖ വിവരങ്ങളെല്ലാം എഴുതിയിട്ട് ഞങ്ങൾ വാർഡ് 28 മാറ്റി. വാർഡ് 28 M6 ബെഡ് 6 ആണ്. ആ മനുഷ്യന് ബെഡ് കിട്ടിയില്ല. അറ്റാക്ക് വന്ന ഒരു മനുഷ്യൻ അന്നത്തെ ദിവസം ഞങ്ങൾ ചെല്ലുന്ന 8:30 ചെന്നു. 8:30 ചെന്നിട്ട് അതായത് ചവിട്ടാൻ സ്ഥലമില്ലാത്തടുത്ത് ഞങ്ങൾ കുറേ നേരം നിന്നിട്ട് അന്നേരം കൊണ്ടുപോയി ഒരു തുണി വിരിച്ച് അവിടെ തന്നെ കിടന്നു. എന്നിട്ട് ആ പുള്ളിക്കാരനെ അന്നേരം ആരും നോക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് 1 മണിയായപ്പോൾ എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇനി എനിക്ക് ഇതുവരെ ഒരു മരുന്ന് പോലും തന്നില്ല, നീ ഇപ്പോൾ ഒന്ന് ചോദിക്കുക. അങ്ങനെ ഞാൻ ചെന്ന് ചോദിക്കുന്നു, വേണുവിന് ഇതുവരെ മരുന്ന് കിട്ടി 8:30 വന്ന് അഡ്മിറ്റ് ആയതാണ്. അങ്ങനെ പറഞ്ഞ് അത് ഷീറ്റുമായിട്ട് ഇപ്പോൾ വരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2 മണിയായപ്പോഴാണ് അങ്ങേർക്ക് ആദ്യമായിട്ടുള്ള ടാബ്ലറ്റ് കൊടുക്കുന്നത്, മരുന്ന് കൊടുത്തത്. അതായത് എനിക്ക് തോന്നുന്നത് അവർ എഴുതി തന്ന മരുന്ന് മറ്റേ നമ്മളെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു മരുന്ന്. ഞാനത് പുറത്ത് പോയാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ BP-യുടെയും ഷുഗറിൻ്റെ എല്ലാം ടാബ്ലറ്റ്സും കൊടുത്തു. പിറ്റേന്നും അതുപോലെ. അന്ന് ശനിയാഴ്ചയാണ്. വീണ്ടും ഞായറാഴ്ച രാവിലെ ഒരു 10-11 മണിയാകുമ്പോൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നു. ഈ സെയിം മരുന്ന് തന്നെ കൊടുക്കുന്നു, ഗുളിക കൊടുക്കുന്നു. വീണ്ടും രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് സമയം കൃത്യമായിട്ട് അറിയത്തില്ല. വീണ്ടും വന്നു. അങ്ങനെ വന്ന് ഡ്യൂട്ടി ഡോക്ടർ പറയുന്നു നാളെ കാർഡിയോയിൽ OP ഉണ്ട്, ഒരു പേഷ്യൻറ്റിനെ ആദ്യം കൊണ്ടുപോകണ്ട, OPയിൽ പോയിട്ട് ടോക്കൺ എടുത്തിട്ട് പിന്നെ വന്ന് പേഷ്യൻറ്റിനെ കൊണ്ടുപോയാൽ മതി എന്നുള്ള. 8 മണി സമയം പറഞ്ഞ് 8 മണിക്ക് ഞാൻ അവിടെ ചെന്നെങ്കിൽ അവിടെ തുറന്ന് 9 മണിക്കാണ്. അങ്ങനെ എനിക്ക് 2ാമത്തെ ടോക്കൺ കിട്ടി. ഞാൻ തിരിച്ച് ഓടി വന്ന് വീൽ ചെയറിൽ, കാരണം അറ്റാക്ക് വന്ന ഒരു മനുഷ്യൻ നടത്തിക്കല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അന്ന് മുതൽ ആ മനുഷ്യൻ വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വന്നു, പെട്ടെന്ന് ഒരുക്കി ഞാൻ വീണ്ടും വീൽ ചെയറിൽ കാർഡിയോയുടെ OPയിൽ കൊണ്ടുപോയി കാണിച്ചു. OPയിൽ കൊണ്ട് കാണിച്ചപ്പം ആദ്യത്തെ പേഷ്യൻ്റ് ഇല്ലായിരുന്നു. ആദ്യം തന്നെ കയറാൻ പറ്റി. അന്നേരം നല്ല ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇരിക്കാനൊന്നും വയ്യ. എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കിടക്കണം. അന്നേരം അവിടെ ഉള്ള ഒരു 3 സ്ത്രീകൾ മാറിയിട്ട് പറഞ്ഞു അവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കിടത്തി. ഡോക്ടർ 10:15 വന്ന് അകത്ത് കയറി. അങ്ങനെ ഹെഡ് ഡോക്ടറെ വിളിച്ച് ഇങ്ങനെ പറയുന്നു, ICUയിൽ ഇത്ര ബെഡുണ്ട്, ഇത്ര പേഷ്യൻസ് ഉണ്ട്, അതായത്. എന്നിട്ട് ആ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇന്ന ECG എല്ലാം നോക്കിയിട്ട് ഇന്ന കാര്യങ്ങളാണെന്ന് പറയുന്നു. എന്നിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു, വി ക്യാൻ ടേക്ക് ആൻജിയോഗ്രാം ഓൺ വെനസ്ഡേ ഓർ ഫ്രൈഡേ. ഞാൻ കേട്ടതാണ്, വെനസ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ എടുക്കാം. എന്നിട്ട് ഞാൻ വീണുണ്ണെ വെളിയിൽ കൊണ്ടിട്ട് ഞാൻ പറയുന്നത്, വീണുണ്ണ വിഷമിക്കേണ്ട, ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വീണുണ്ണ ആൻജിയോഗ്രാം എടുക്കും, വീണുണ്ണ പോസിറ്റീവായിട്ടിരിക്കും.
ഒന്നും ചിന്തിക്കേണ്ട, ഞാൻ പറഞ്ഞ് ഞാൻ വീണ്ടും എന്നിട്ട് ഞങ്ങളെ റെഫർ ചെയ്യുന്നു, 28-ൽ നിന്ന് 2-ലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ അവിടെ സിസ്റ്റർ എല്ലാവരും കൂടെ 2-ലേക്ക് ഞങ്ങളെ കൊണ്ടാക്കി. 2-ൽ കൊണ്ടാക്കിയപ്പം ഒരു ഉച്ച സമയമായി ഭയങ്കര തലവേദന. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് അവിടെ ഒരു സിസ്റ്ററിനെ കണ്ടിട്ട് സിസ്റ്റേഴ്സിൻ്റെ റൂമിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ കൊണ്ടുവന്ന പേഷ്യൻറ്റ് ഭയങ്കര തലവേദന എടുക്കുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. അങ്ങനെ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഉടനെ ഇങ്ങനെ ഗുളികയൊക്കെ ചോദിച്ചാൽ തരാൻ പറ്റത്തില്ല, ഡോക്ടർ വരണമെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാനൊരു പാരസെറ്റമോൾ തരാൻ വേണം, എന്തായാലും വേദനയില്ല, അത് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ പാരസെറ്റമോൾ കൊടുത്ത് അത് കഴിച്ച് അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എഴുന്നേറ്റപ്പം കൈ പെരുക്കുന്ന, ചുണ്ട് ഇങ്ങനെ വല്ലാതെ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ വന്ന് പറഞ്ഞു ആ പേഷ്യൻ്റ് തലവേദനയുണ്ട്, ഇപ്പോൾ തൻ്റെ കൈ പെരുക്കുന്നെന്ന് പറയുന്നത്, ചുണ്ട് വല്ലാതാവുന്നു, സംസാരിക്കുന്നതിന് പോലും ഇതാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ പുള്ളിക്കാരൻ നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ളൂ. എന്നാൽ ഞങ്ങൾ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വന്നിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി കൂട്ടുന്നു. അന്നത്തെ CT സ്കാൻ നോക്കിയിട്ടെല്ലാം റിസൾട്ടെല്ലാം എഴുതിയെടുത്തിട്ട് മരുന്ന് തന്നു. സിസ്റ്ററെ കാണിക്കാൻ പറഞ്ഞു, മരുന്ന് എന്നിട്ട് ഡോക്ടർ വന്ന് കണ്ടപ്പം എന്നോട് പറഞ്ഞ ഹസ്ബൻഡിനോട് പറയുന്നു, അച്ഛാ വിഷമിക്കേണ്ട, നമുക്ക് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാം, ചൊവ്വാഴ്ച വൈകിട്ട് എക്കോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയി. വീണ്ടും രാത്രി വന്ന് ചെക്ക് ചെയ്തു. പിറ്റേന്ന് രാവിലെ വന്നു. അന്നേരം പിറ്റേന്ന് രാവിലെ വന്നപ്പോഴും ഏതാണ്ട് ഇവിടുന്ന് നല്ല വേദന ഉണ്ടെന്ന് പറയാം. ഈ ചെവിയുടെ ഇവിടുന്ന് ഇപ്പുറത്തെ ചെവി ഇങ്ങനെ ചുറ്റിനുമുള്ള വേദന. അന്നേരം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛന് അറ്റാക്ക് വന്നതല്ലേ, അതിൻ്റെ ഒരു അങ്ങനെയുള്ള വേദനകൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ചൊവ്വാഴ്ച 11-12 മണിയായപ്പോഴും ഡോക്ടർ ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴും ഡോക്ടർ ഇങ്ങനെ പറയുന്നത്, അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ, അച്ഛൻ ഇന്ന് വൈകിട്ട് എക്കോ ചെയ്യാൻ, നാളെ രാവിലെ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും ഈ സന്ധ്യ ആയപ്പോഴും നാളത്തേക്കുള്ള ആൻജിയോഗ്രാമിൽ ലിസ്റ്റ് വായിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരില്ല. അങ്ങനെ വേണുന്നും പറഞ്ഞ്, എൻ്റെ വേണു വായിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ഇതിനകത്ത് വേണുവിൻ്റെ പേരില്ല. അന്നേരം ഞങ്ങൾ പറഞ്ഞ്, വേണുവിന് ആൻജിയോഗ്രാം ഉണ്ടെന്ന് ഇന്നലെയും ഇന്നും ഡോക്ടർ ഒന്ന് പറഞ്ഞിട്ട് പോയി, അത് നിങ്ങളുടെ ഡോക്ടർ ഏതാണെന്ന് വെച്ചാൽ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നിട്ട് സിസ്റ്ററോട് ചോദിക്കുന്നു, സിസ്റ്ററെ ഇതുപോലെ നാളെ ആൻജിയോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞു. അത് എനിക്കൊന്നും അറിയത്തില്ല, അത് നിങ്ങൾ ഡോക്ടർക്ക് അറിയാതെ, നിങ്ങൾ ഡോക്ടർ വരുമ്പോൾ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അത് വെറും ഹാർഷായിട്ടുള്ള ബിഹേവിയറാണ്. ഏതൊരു പേഷ്യൻറ്റിനെ കണ്ടാലും ബൈസ്റ്റാൻഡറിനെ കണ്ടാലും നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്കൊന്നും അറിയത്തില്ല. അവരവിടെ നിൽക്കുന്ന ഒരു ഇതിലല്ല. നമ്മൾ എന്ത് ചോദിച്ചാലും എന്ത് മരുന്നില്ല, അത് ഞങ്ങൾക്ക് അറിയത്തില്ല, അത് ഏത് ഡോക്ടറാണോ അവരോട് ചോദിച്ചു. എന്നാൽ ഡോക്ടറിൻ്റെ ഒരു ഇത് നമുക്ക് തരത്തില്ല, എവിടെയാണ് ഡോക്ടർ ഇരിക്കുന്നത്, ഡോക്ടറുടെ നമ്പർ, അങ്ങനെ ഒരു കാര്യങ്ങളും നമുക്ക് തരത്തില്ല. എന്നിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി അത് ഹോസ്പിറ്റലാണെന്ന് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഞാൻ വീണ്ടും വന്ന് അങ്ങനെ എന്നെ വഴക്ക് പറയുക വേണുവിന്. കാരണം പുള്ളിക്കാരന് ഭയങ്കര ടെൻഷൻ, ആൻജിയോഗ്രാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമല്ല. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ തുറന്നൊന്നും ചോദിച്ചു കാണത്തില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഡോക്ടർ ആൻജിയോഗ്രാം പറഞ്ഞിട്ട് എന്താ ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അത് അച്ഛാ നേരത്തെ ആൻജിയോഗ്രാം ബുക്ക് ചെയ്തവർ ആരെങ്കിലും ഇൻ കേസ് ഇല്ലെങ്കിൽ അച്ഛന് ആൻജിയോഗ്രാം എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷെ ബുക്ക് ചെയ്തവരെല്ലാം വന്നു, അതുകൊണ്ടാണ് അച്ഛന് ആൻജിയോഗ്രാം ഇല്ലാത്തത്. അതുമാത്രമല്ല അച്ഛനിപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ആ ഡോക്ടർ തന്നെ പറയുന്നു. എന്നിട്ട് അങ്ങനെ അന്നത്തെ ദിവസം എക്കോയും എടുത്തില്ല. ഈ പുള്ളിക്കാരൻ ഒരു ചെറിയൊരു കാര്യം മതി, ഭയങ്കര ടെൻഷനാണ്. എപ്പോഴും പറയും എൻ്റെ 2 പെൺമക്കളാന്ന് പറഞ്ഞ്. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ആദ്യമേ ആ കാര്യമുള്ളവർ ഇങ്ങനെ പറഞ്ഞത്, എന്നെ ഒന്ന് രക്ഷിക്കണേ ഡോക്ടറെ, എനിക്ക് 2 പെൺപിള്ളേരാ, എനിക്കല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. എന്നിട്ട് ആൻജിയോഗ്രാം മാറ്റി വെച്ചു. എന്നിട്ട് ചൊവ്വാഴ്ച ഭയങ്കരമായ തലവേദന, രാത്രി ടെൻഷനെല്ലാം കൂടെ കൂടിയിട്ട് തലവേദന വന്നപ്പോഴത്തേക്ക് ഞാൻ ആൻജിയോഗ്രാം ഉണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ബൈസ്റ്റാൻഡായിട്ട് നിന്നത്, ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പെൺമക്കളാണ് ഇവിടെ ഉള്ളത്. ഞാൻ അവരോട് പറഞ്ഞു, മോളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോണേ ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ വാന്ന് പറഞ്ഞ് അവർ രണ്ടും അവിടെ വന്ന് പുറത്തിരിക്കുമായിരുന്നു. എന്നിട്ട് രാത്രി ഭയങ്കര തലവേദന കൊണ്ട് സഹിക്കാൻ വയ്യ. ഞാൻ സിസ്റ്ററിൻ്റെ അടുത്ത് വീണ്ടും ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഭയങ്കര തലവേദന, അത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഡോക്ടർ ഒന്ന് എഴുതി തന്നെങ്കിലേ പറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും ചെന്ന് ഞാൻ പറഞ്ഞു, വേണമെന്ന് അവരൊന്നും പറയുന്നില്ല, ഡോക്ടറെ പോയി കാണാൻ പറയുന്നു വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഈ തലവേദന കൊണ്ട് സഹിക്കും. അങ്ങനെ നോക്കിയപ്പോൾ വേറെ ഒരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്യുന്ന വേറൊരു ഡോക്ടറെ കണ്ടു. ഞാൻ പറഞ്ഞു, നീ കേസ് ഷീറ്റിങ് എടുക്ക്, അതും ഡോക്ടറല്ലേ, ആ ഡോക്ടർ എഴുതി തരുമെന്നും പറഞ്ഞിട്ട് ബുക്ക് കൊണ്ട് കാണിച്ചിട്ട്, ഡോക്ടറെ എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ, എനിക്കൊരു ഗുളിക എഴുതി തരാം. അന്നേരം ഉടനെ ആ കേസ് ഷീറ്റ് വാങ്ങിച്ചിട്ട്, നിങ്ങളെ നോക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞെങ്കിലേ പറ്റുന്നു, ആ കേസ് ഷീറ്റ് അങ്ങ് തിരിച്ചു കൊടുത്ത്. അതിന് വേണം ഒച്ചത്തിൽ തന്നെ സംസാരിച്ച്, ചീത്തയൊന്നും അല്ല വിളിച്ചത്.
ഒച്ചത്തിൽ സംസാരിച്ചു. നിങ്ങളൊക്കെ ഡോക്ടർക്ക് പഠിച്ചവർക്ക് ഒരു പേഷ്യൻ്റ് തലവേദന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരാം, നിങ്ങളെന്തോ മനുഷ്യൻ്റെ ജീവൻ വെച്ചാണോ നിങ്ങൾ കളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കുറേ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള പേഷ്യൻസ് പോലും റെസ്പോണ്ട് ചെയ്യുന്നു. ശരിയാ, നമ്മളാരും ഒന്നും മിണ്ടാത്തത് കൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ തലവേദന കൂടി കൈ പെരുക്കുന്നതെന്ന് പറയുന്നത്, ഞാൻ ഓടി വീണ്ടും അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, ആ മനുഷ്യന് തീരെ വയ്യ, നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞു, അത് ഒരു കാര്യം ചെയ്യും, കേസ് ഷീറ്റ് കാണിച്ചാൽ പറഞ്ഞു, നിങ്ങളുടെ ഡോക്ടർ MICCU 2 കാണും കാർഡിയോട്, അവിടെ ചെന്ന് തിരക്കാൻ പറഞ്ഞു. ഞാൻ ഓടി, ഞാനും എൻ്റെ ഇളയ മോളും ഉണ്ട്. വേദന കാരണം ഞങ്ങൾ രണ്ടും കൂടെ ഓടി അവിടെ ചെന്നിട്ട് കതകിന് ICUവിൻ്റെ അകത്ത് കയറത്തില്ല പറഞ്ഞ് കതകിന് തട്ടിയിട്ട് തുറന്നില്ല. ഞങ്ങൾ പിന്നെ തുറന്നിട്ട് അതിനകത്തൂടെ നോക്കി അവിടെ ഇടനാഴിയിൽ ആരുമില്ല. ഞാൻ പറഞ്ഞ മോളെ വാ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് ചെന്നിട്ട് അങ്ങേ അറ്റത്തൊരു അടച്ചൊരു റൂം, അവിടെ ചെന്നിട്ട് ഞങ്ങൾ കൊട്ടി. മോളെ കൊട്ടുന്നു, ഞാൻ മാറി നിൽക്കും. അവൾ കൊട്ടിയപ്പോഴത്തേക്ക് ആരും തുറന്നു. ഞാൻ പറഞ്ഞാൽ വാ മോളെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ ഇങ്ങോട്ട് വന്നിട്ട്, ഇവിടെ ആരാ ഇത്രയും ഇതായിട്ട് കൊട്ടിയത്, ഇത് ICU ആണെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷിക്കുന്നു. മോള് പറഞ്ഞു, എൻ്റെ അച്ഛന് തീരെ വയ്യ, ഭയങ്കര തലവേദന, അതുകൊണ്ട് അത് എവിടെ കിടക്കുന്നത്, അത് ICUവിലാണെന്ന് പറഞ്ഞു. അല്ല, വാർഡ് 2 പറഞ്ഞു. അത് വാർഡ് 2 കിടക്കുന്നതിന് എന്തിനാണ് ഇവിടെ വന്ന് തട്ടുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ്ട് പുറത്ത് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു പേന എടുത്ത് എൻ്റെ കയ്യിൽ എഴുതി വെച്ചുകൊണ്ട് വാർഡിൽ വന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഇവർ, ഇത് ICUവിലെ വാർഡ്, ICUവിലെ പേഷ്യൻസിനെ മാത്രമേ ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തുള്ളൂ, ഇവിടെ ആ ഒരു ഡോക്ടറെ അവൈലബിൾ. ഞാൻ പറഞ്ഞു, ഞാനിപ്പം വന്ന് ചോദിച്ചപ്പം നിങ്ങൾ പറഞ്ഞാണ് ഈ പുറത്തെ നമ്പറിൽ വിളിക്കാൻ, ഈ പേഷ്യൻറ്റിൻ്റെ ഭയങ്കര കണ്ടീഷൻ ഭയങ്കര മോശമാണ്, ഭയങ്കര തലവേദനയുണ്ടെന്ന് ഞാൻ പറയുന്നത്. അന്നേരം പേഷ്യൻ്റെ പേര് ചോദിച്ച്, ബെഡ് നമ്പർ ചോദിച്ച്, വയസ്സ് ചോദിച്ച്, എല്ലാം ചോദിച്ചു. അന്നേരം ഓക്കെ എന്ന് പറയാൻ കട്ട് ചെയ്തു. 10 മിനിറ്റായിട്ട് ഒരു ഡോക്ടറും വന്നില്ല. പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് പറയട്ടെ, എനിക്ക് തലവേദന സഹിക്കാൻ പറ്റും. ഞാൻ അന്നേരം വീണ്ടും ആ നമ്പർ വിളിച്ചപ്പോൾ വീണ്ടും അവർ പറയുന്ന ICUവിലെ വാർഡ് അതൊക്കെ പറഞ്ഞിട്ട് അവരെന്നോട്, ഞാൻ അന്നേരം പറഞ്ഞു, ഞാൻ നേരത്തെ എന്നിട്ട് വീണ്ടും ഒന്നേന്ന് ചോദിക്കുക പേഷ്യൻ്റെ പേരും അതും. അപ്പോഴത്തേക്ക് വേണോന്ന് ദേഷ്യം വന്നു. ഞാൻ വേണം മൊബൈലിൽ കൂടെ പറഞ്ഞു, നിങ്ങൾ എന്തോ ഈ കളിക്കും, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോണം, കാരണം എനിക്ക് തലവേദന സഹിക്കാൻ പറ്റും, നിങ്ങൾ എന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ മീഡിയയിൽ അറിയിക്കും, ഇതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം അവരും കട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡോക്ടർ ഓടി ഇങ്ങോട്ട് വന്നിട്ട്, വേണുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞാണ്ട് ഇതാ പേഷ്യൻ്റ്. അങ്ങനെ കേസ് ഷീറ്റ് വായിച്ചിട്ട്, അച്ഛന് തലവേദന വന്നത് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ടുള്ളതായിരിക്കും തലവേദന, അച്ഛൻ വിഷമിക്കേണ്ട, ഗുളിക എഴുതിത്തരാം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അടുത്ത് നിൽപ്പുണ്ട്. സിസ്റ്ററോട് പറഞ്ഞ്, സിസ്റ്റർ ഈ പേഷ്യന് നാപ്രോക്സിനുള്ളൊരു ടാബ്ലറ്റ് പറഞ്ഞു കൊടുക്കുന്നത് കൊടുക്കാൻ. എന്നാൽ സിസ്റ്ററിന്, ഡോക്ടർ ജി ആ ടാബ്ലറ്റ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം, പാരസെറ്റമോൾ 650 കൊടുക്കാൻ. അന്നേരം പറഞ്ഞു 650 ഇവിടെ ഇല്ല. അന്നേരം ഇല്ല, ഒന്നുമില്ലാതെ വരുമ്പോൾ വേറൊരു ടാബ്ലറ്റ് കൊടുക്കത്തില്ല, ആ രീതിയിൽ. എന്നാൽ ഒരു കാര്യം, പാരസെറ്റമോൾ 500 കൊടുക്കാൻ. അങ്ങനെ പറഞ്ഞൊരു ഡോക്ടർ നടന്നപ്പോഴത്തേക്ക് ഈ നാപ്രോക്സിൻ ടാബ്ലറ്റ് എൻ്റെ കയ്യിലുണ്ട്, കാരണം എനിക്ക് തലവേദന വരുമ്പോൾ ഞാൻ കഴിക്കാൻ, എനിക്ക് പുറത്ത് ഡോക്ടർ എഴുതി തന്ന ടാബ്ലറ്റാണ്. അങ്ങനെ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ആ ടാബ്ലറ്റിങ് എടുത്തുകൊണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഡോക്ടർ നടന്നപ്പോൾ ഈ ടാബ്ലറ്റ് ഞാൻ കൊണ്ട് കാണിച്ചു. ഡോക്ടറെ, സാറേ ഒന്ന് നിന്നേ, എൻ്റെ കയ്യിൽ നാപ്രോക്സിൻ ഉണ്ട്, ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, നാപ്രോക്സിൻ അല്ലേ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള ടാബ്ലറ്റ്, ഞാൻ ആ പാരസെറ്റമോൾ മാറ്റിയിട്ട് ആ നാപ്രോക്സിൻ ടാബ്ലറ്റ് ഞാൻ ആ മനുഷ്യന് കൊടുത്തു. എന്നിട്ടും കുറേ നേരം തലവേദന കുറയാതെ അവിടെ എല്ലാം നടന്നു. കാരണം ഞാൻ എല്ലാ ദിവസവും ബാത്റൂമിൽ പോയി ഞാൻ വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ട് ഒരു മനുഷ്യൻ തലവേദന സഹിക്കാൻ പോയത് അവിടെ എല്ലാം നടന്നിട്ട് അവസാനം കട്ടിലേക്ക് കിടക്കാൻ വയ്യ, താഴെ കിടന്ന് ഒരു ഇതായപ്പോൾ മയങ്ങി രാത്രിയിൽ. എന്നിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട്, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ പോയി കുളിച്ചിട്ട് ആ കാർഡിയോയിൽ ചെന്നിട്ട് എനിക്കൊരു ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടറെ പോയി കണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, കാരണം ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമ്മളെ പറഞ്ഞു വിട്ടത് പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു വിട്ടൊരു പേഷ്യൻ്റ് ആയിരുന്നു. എന്നിട്ട് അവരത് ചെയ്തില്ല. എന്നിട്ട് ഈ കാർഡിയോയിൽ ഒരു ഡോക്ടറെ ഇപ്പോൾ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞത്, അറ്റാക്ക് വന്ന് 3 മണിക്കൂറിനകം നിങ്ങൾ ഈ ആൻജിയോഗ്രാം ചെയ്തില്ലെങ്കിൽ പിന്നെ 5 ദിവസം ഗുളിക കഴിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അത് ആ മനുഷ്യൻ വിശ്വസിച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട്, എനിക്ക് കുഴപ്പമില്ല, ഈ തലവേദന ചിലപ്പോൾ അറ്റാക്ക് കാരണം വരുന്നതായിരിക്കും, നമുക്കിനി 5 ദിവസം കഴിഞ്ഞിട്ട് 5 ദിവസം ഗുളിക കഴിക്കുമ്പം നോർമലാകും, അന്നേരം ആൻജിയോഗ്രാം ചെയ്താൽ മതി ഡോക്ടർ പറഞ്ഞ്. എനിക്ക് ഇപ്പോഴാടി സമാധാനമായതെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് ഊണ് വാങ്ങിച്ചോ ഞാൻ വാരിത്തരാം, ഞാൻ വാരി കൊടുത്തു. എന്നിട്ട് ഒരു 3 മണിയായപ്പം കിടന്നപ്പം പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ എന്താ വേണ്ട, എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം ഒരു ഇച്ചിരി ഇതുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പേഷ്യൻസിൻ്റെ ഒക്കെ ഒരിത് കാരണം പുറത്തോട്ട് ഇറങ്ങുന്നത് ഒരു വീൽ ചെയറിന് അതിനകത്ത് കയറി. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞ്, കുഴപ്പമില്ല, എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്, നീ ഒരു കാര്യം കുളിച്ചിട്ട് വരാൻ പറഞ്ഞു.
അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞു എന്താ വേണമെന്ന്. അങ്ങനെ പറഞ്ഞു ഇല്ലല്ലേ എനിക്കൊരു ശ്വാസം മുട്ട് പോലും ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് സിസ്റ്റർ വന്ന് വേണുവിനെ വിളിച്ചിട്ട് എക്കോ ഉണ്ട്, ഡോക്ടറെ കൊണ്ട് എല്ലാം പറഞ്ഞു. എക്കോയ്ക്ക് ഞാൻ കൊണ്ട് ചെല്ലുമ്പോൾ അങ്ങ് ഭയങ്കരമായ ശ്വാസം മുട്ടൽ. എന്നിട്ട് ഡോക്ടർ അച്ഛനെപ്പോൾ ശ്വാസം മുട്ടൽ തുടങ്ങി, ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് നേരം ആയതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് പിന്നെ ഇങ്ങനെ പൾസൊക്കെ നോക്കിയിട്ട് അച്ഛനെ കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ കിടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇച്ചിരി നേരം പൾസ് നോക്കി ശ്വാസം മുട്ടൽ നോർമലായപ്പം ചരിഞ്ഞ് കിടക്കാൻ പറഞ്ഞ്. എന്നിട്ട് എക്കോ എടുത്തപ്പോൾ എല്ലാം പറഞ്ഞതെല്ലാം മൈൽഡ് പറഞ്ഞ് ഞാൻ വിചാരിച്ചു ചെറിയ രീതിയിലുള്ള കുഴപ്പമില്ല. എന്നിട്ട് ഇറക്കിയിട്ട് ഞാൻ ഇതിലിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു വേണോണ്ട് വിഷമിക്കേണ്ട, വേണോണ്ട് ടെൻഷൻ കാരണമായിരിക്കും ഈ ശ്വാസം മുട്ടൽ, അതുകൊണ്ട് എന്തോ ചെയ്യും, മാറും, വേണം ടെൻഷൻ അങ്ങ് കുറയ്ക്ക്, എല്ലാം മൈൽഡല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല വേണുണ്ണ എന്ന് ഞാൻ പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാരന് തീരെ വയ്യ. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ICUവിലോട്ട് മാറ്റിയിട്ട് ഒബ്സർവേഷൻ വെക്കാം. ഞാൻ വിചാരിച്ചു ഒബ്സർവേഷൻ അല്ലയോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഷീറ്റിനകത്തെല്ലാം എഴുതി തന്ന് ഡോക്ടർ എന്ന് വന്നെല്ലാം എഴുതി തന്നിട്ട് പറഞ്ഞു. ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞ് ICUവിലോട്ട് മാറ്റാൻ പറഞ്ഞു. ഒരു കാര്യം ഒരു മുണ്ട് വാങ്ങിച്ചോളൂ. അങ്ങനെ പെട്ടെന്ന് പോയി മുണ്ട് വാങ്ങിച്ചോളാന്ന് ഉടുപ്പിച്ച് ICUവിൽ കൊണ്ടുപോയി. ICUവിൽ കൊണ്ടുപോയപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മക്കളെ നോക്കിക്കോളും, പക്ഷേ എന്നെ ഇട്ടിട്ട് പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. ICUവിലോട്ട് കയറ്റി ഇരുത്തി ഓക്സിജൻ മാസ്ക് വെക്കും, എന്നെ ഇങ്ങനെ കൈ നീട്ടി. ഞാൻ പറഞ്ഞു വേണമെന്ന് വിഷമിക്കണ്ട, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, വേണമെന്ന് അവിടെ കിടക്കും. അന്നേരം സിസ്റ്റർ പറയുന്നത് അച്ഛൻ ഒരു ഇച്ചിരി നേരം വെച്ചാൽ മതി അച്ഛൻ്റെ ശ്വാസം നോർമൽ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇത് മാറ്റാമെന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിൽ ഞാൻ പുറത്ത് നിന്നപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് പോലും ആയില്ല. അന്നേരം വന്നിട്ട് പറയുന്നത് വേണുവിൻ്റെ ബൈസ്റ്റാൻഡർ വരാൻ പറഞ്ഞു. അന്നേരം ഞാൻ ഓടി ചെന്നപ്പോൾ പറയുന്നത് അത് വേറെ ആരുമില്ല, ആണുങ്ങളാരുമില്ല. ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ ഞാൻ മാത്രമേ ഉള്ളൂ, അത് ആണുങ്ങളോട് വരാൻ പറഞ്ഞു. ഞാൻ എന്ത് പറ്റി, അത് വേണുവിന് ഇച്ചിരി സീരിയസ് ആണ്. ഞാൻ എന്ത് പറ്റി അന്നേരം പറഞ്ഞല്ല, അത് വേണുവിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വെന്റിലേറ്ററിലോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കാൻ പറ്റുമോ, ഇല്ല അത് കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവർ അന്നേരം ആ മനുഷ്യനെ കൊന്നതാണ് തോന്നുന്നത്. എന്നിട്ട് ഞാൻ അവിടെ വരുന്നിട്ട് അതിലേ പോയ ഡോക്ടർമാരും സിസ്റ്റർമാരോടെല്ലാം ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കും, ഒരു നേരിയ ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ ആ മനുഷ്യനെ എഴുന്നേക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ആരും കൈ കൊണ്ടില്ല. എന്നിട്ട് ഞാൻ എല്ലാവരെയും തൊടുത്ത് ഞാൻ പറഞ്ഞു എന്നെ ആരും കയറ്റിയില്ല. എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന, ഞാൻ ഈ ചവറ പന്മന പ്രദേശത്ത് കിടക്കുന്ന ഇവിടെ വിളിച്ച് വരുത്തിയപ്പോൾ ഏകദേശം എത്ര മണിക്കൂറാവും നിങ്ങൾ തന്നെ വിചാരിക്കണം. എന്നിട്ട് അവസാനം എനിക്ക് കിട്ടുന്ന ആ മനുഷ്യനെ പൊതിഞ്ഞ് 11 മണി കഴിഞ്ഞപ്പോഴും പൊതിഞ്ഞ് മോർച്ചറിയിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ അവരോട് എത്ര വട്ടം ഞാൻ ചോദിച്ചെന്നറിയാവോ, ഒന്ന് വിട, അവർ ചെയ്തില്ല. എന്നിട്ട് അതിലേ വന്നൊരു ഡോക്ടർ അന്നേരം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, അന്നേരമാണ് അവരെന്നോട് പറഞ്ഞത് പുള്ളിക്കാരൻ നെഞ്ചത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത്, അത് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലാതെ ഇച്ചിരി സീരിയസ് ആണ്, അല്ലാതെ ഞാൻ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ അന്നേരം അവരെല്ലാവരും കള്ളവാ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ 8:15 ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്, മരണം സംഭവിച്ചു എന്ന് പറയുന്നിട്ടും അവരെന്നെ കള്ളവ എനിക്ക് കാണിച്ചു തന്നിട്ട്. എനിക്കും എൻ്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ നഷ്ടം സംഭവിച്ചത്. എനിക്ക് സഹിക്കാൻ പറ്റും. കാരണം കുടുംബം എന്ന് പറയുമ്പോൾ 100% പെർഫെക്റ്റ് ആയിരുന്നു. മക്കളും ഭാര്യയും ആരോട് ചോദിച്ചാലും ഈ പ്രദേശത്തായാലും ആ മനുഷ്യന് ഓട്ടോടാൻ പോകുന്ന വ്യക്തികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ ഒരു തീരാ നഷ്ടം തന്നെയാണത്. എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. കാരണം പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞ് കൊണ്ടുപോയ വ്യക്തി ഇത്രയും ദിവസമായിട്ട് നരഹത്യ അത്. പക്ഷെ ഞാൻ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ട് കൂട്ടുകാർക്ക് കൊടുത്തത്. പക്ഷെ എന്തായാലും കാര്യമായത്.